നമസ്കാരം. സ്കൂൾ പഠന കാലഘട്ടം പോലും പൂർത്തീകരിക്കും മുമ്പേ വീട്ടുകാരുടെ നിർബന്ധത്താൽ വിവാഹിതയാവുക, 18-ാം വയസ്സിൽ 2 മക്കളുടെ അമ്മയാവുക, അങ്ങനെ തമിഴ്നാട്ടിലെ ഉൾനാടൻ പ്രദേശത്തെ ഒരു വീട്ടമ്മയായി ഒതുങ്ങിപ്പോകുമായിരുന്ന ജീവിതം 10-ാം ക്ലാസ് പോലും പൂർത്തിയാകാതെ അവസാനിപ്പിക്കേണ്ടി വന്ന സ്കൂൾ പഠനം നിശ്ചയദാർഢ്യം കൊണ്ട് തുടർന്ന് ഒടുവിൽ IPS ഓഫീസറായി മാറുക. അവിശ്വസനീയമായ ഒരു ജീവിതകഥയാണ് എൻ അംബികയുടേത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാകാൻ കൊതിക്കാത്തവരുണ്ടാകില്ല. ആഗ്രഹം മാത്രം പോരാ, വലിയ പരിശ്രമം തന്നെ സിവിൽ സർവീസ് നേടിയെടുക്കാൻ ആവശ്യമാണ്. എല്ലാ വർഷവും യൂണിയൻ സർവീസ് കമ്മീഷനാണ് പരീക്ഷ നടത്തുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുക. ആദ്യഘട്ടം പ്രിലിമിനറി പരീക്ഷ, അടുത്തത് മെയിൻ പരീക്ഷ, ഏറ്റവും ഒടുവിൽ ഇന്റർവ്യൂ. ഈ 3 കടമ്പകളും കടന്ന് IPS ഉദ്യോഗസ്ഥ സ്വപ്ന നേട്ടം കയ്യെത്തിപ്പിടിച്ചിരിക്കുകയാണ് അംബിക. പഠിക്കാൻ അതിയായി ആഗ്രഹിച്ച, ജോലി ചെയ്യുന്നത് സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു എൻ അംബിക. തമിഴ്നാടാണ് സ്വദേശം. എന്നാൽ വീട്ടുകാർ 14-ാം വയസ്സിൽ അംബികയുടെ വിവാഹം നടത്തി. അതോടെ സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അംബികയുടെ വരൻ. 18 വയസ്സായപ്പോഴേക്കും 2 കുട്ടികളുടെ അമ്മയായി അംബിക. ഒരിക്കൽ ഭർത്താവിനൊപ്പം റിപ്പബ്ലിക് പരേഡ് കാണാൻ പോയതാണ് അംബികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ആദരവും അംഗീകാരവും അംബികയെ വല്ലാതെ ആകർഷിച്ചു. അക്കാര്യം വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിനോട് സൂചിപ്പിച്ചു. തനിക്കും IPSകാരിയാകണമെന്ന് പറഞ്ഞു വെച്ചു. ആഗ്രഹമൊക്കെ കൊള്ളാം, എന്നാൽ എളുപ്പമല്ല എന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. അംബികയാണെങ്കിൽ സ്കൂൾ പഠനം പോലും നിർത്തിയിട്ട് വർഷങ്ങളായി. അങ്ങനെ ഒരാൾ IPSകാരിയാകാൻ കൊതിക്കുന്നത് അതിമോഹമാണെന്ന് കേൾക്കുന്നവർ പറയുകയുള്ളൂ. പിന്മാറാൻ ആ പെൺകുട്ടി തയ്യാറായില്ല. 10-ാം ക്ലാസ് വിജയിക്കുകയായിരുന്നു ആദ്യ കടമ്പ. കുഞ്ഞുങ്ങളെയും കൊണ്ട് പഠിക്കുക എന്നത് വലിയ സാഹസമായിരുന്നെങ്കിലും അംബിക 10-ാം ക്ലാസ് പൂർത്തിയാക്കി. പിന്നീട് 12-ാം ക്ലാസ്സും വിജയിച്ചു. പിന്നീട് വിദൂര വിദ്യാഭ്യാസം വഴി ബിരുദവും നേടി. ഡിണ്ടിഗലാണ് അംബികയുടെ സ്വദേശം. അവിടെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഠനം ഗൗരവമായി തന്നെ കണ്ട അംബിക ചെന്നൈയിലേക്ക് മാറി. IPSകാരിയാവണമെന്ന് അംബിക വെറുതെ പറഞ്ഞതല്ലെന്ന് ബോധ്യപ്പെട്ട ഭർത്താവ് എല്ലാ പിന്തുണയും നൽകി. അംബിക ചെന്നൈയിൽ സിവിൽ സർവീസിന് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം കുട്ടികളെ സംരക്ഷിച്ചു. അമ്മയുടെ അസാന്നിധ്യം അറിയിക്കാതെ അവരെ വളർത്തി. അംബികയുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നിർണായകവുമായി. 3 തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയപ്പോഴും അംബിക പരാജയപ്പെട്ടു. വീട്ടിലേക്ക് മടങ്ങി വരാൻ പ്ലാൻ ഉണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചപ്പോൾ ഒരു ചാൻസ് കൂടി തരാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഭാഗ്യവശാൽ 4-ാം ശ്രമത്തിൽ അംബിക തന്റെ സ്വപ്നം പൂവണിയുക തന്നെ ചെയ്തു. 2008-ലായിരുന്നു അത്. ആദ്യ പോസ്റ്റിംഗ് മഹാരാഷ്ട്രയിലായിരുന്നു. 3-ാമതും തോറ്റപ്പോൾ മനം മടുത്ത് എല്ലാം നിർത്തി മടങ്ങിപ്പോയിരുന്നെങ്കിൽ അംബികയുടെ ജീവിതം മറ്റൊരു വഴിക്ക് നീങ്ങുമായിരുന്നു. എന്നാൽ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും മാത്രം മുറുകെ പിടിച്ചാണ് ഒട്ടും ഉറപ്പില്ലാത്ത ഒരു യാത്രയിൽ അംബിക വിജയിച്ചത്.